കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന പാറുവിന്റെ അമ്മയുടെ അരികിലേക്ക് ഗിരിദേവനും വാവരും ഉണ്ണിമോളും കൂടെ വരികയാണ്. ഈ സമയത്ത് പാറുവിന്റെ അമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വന്നപ്പോ തന്നെ പറഞ്ഞു, മഹേഷേട്ടൻ എന്നോട് പറഞ്ഞു, നിങ്ങള് ഉപദേശിച്ചുകൊണ്ടാണ് മഹേഷേട്ടൻ കൂടി നിർത്തിയെന്ന്. എന്ത് മായാജാലമാ ഗിരിദേവ നിങ്ങൾ ചെയ്തത്. ഞാൻ എത്രയോ കാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നേ, ഞാൻ എത്രമാത്രം ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നാട്ടുകാർ ഉപദേശിച്ചു നോക്കി, വീട്ടുകാർ ഉപദേശിച്ചു നോക്കി. എന്നിട്ട് മഹേഷേട്ടന് നന്നായില്ലായിരുന്നു, കുടി നിർത്തിയില്ല. പക്ഷെ ഇപ്പോഴ് ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, അറിയാവോ. അയ്യപ്പ സമയം എടുത്ത് ദിനം പ്രതിയും പ്രാർത്ഥിക്കുന്ന അവസാനം എനിക്ക് തോന്നി എന്റെ പ്രാർത്ഥന ആരും കേൾക്കില്ല എന്ന്. എനിക്കറിയത്തില്ല എങ്ങനെ ഇത് സംഭവിച്ചെന്നുള്ളേ. ഇതിന്റെ നന്ദിയും കടപ്പാടും എപ്പോഴും ഗിരിദേവനോട് ഉണ്ടാവുമെന്ന് പറയാണ്. ഗിരിദേവൻ പറഞ്ഞു, ഞാനൊരു മന്ത്രവും മായാജാലം ഒന്നും കാണിച്ചിട്ടില്ല. അയ്യപ്പസ്വാമിയുടെ അടുത്ത് ദിനംപ്രതി പോയി പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, അപ്പൊ അയ്യപ്പസ്വാമി പ്രാർത്ഥന കേട്ടതാ. പാരുന്റെ അമ്മ പറഞ്ഞു, എത്രയോ കാലങ്ങളായിട്ട് ഈ ഒരു നല്ല ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതെന്നറിയാവോ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തു തരണ്ടേ ഗിരിദേവന്? എന്ത് സന്തോഷമാണ് ഞാൻ തരണ്ടേന്ന് ചോദിക്കുകയാണ്. ഗിരിദേവൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊന്നും തരണ്ട പാറുവിന്റെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വീട്ടില് വിളക്ക് വെക്കുക. അവിടെ കുറെ രൂപങ്ങളുണ്ട്, ദൈവത്തിന്റെ വിഗ്രഹങ്ങളുണ്ടല്ലോ, അതിന് മുമ്പിൽ ഒരു തിരി തെളിച്ചാൽ മതി. അത് മാത്രം ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറയാ. പാറുവിന്റെ അമ്മയ്ക്ക് സന്തോഷമായി, പാറുവിന് സന്തോഷമായി. എത്രയോ കാലത്തെ ആഗ്രഹമായിരുന്നു അച്ഛൻ മദ്യപാനം ഒക്കെ നിർത്തി നല്ലതാവണം എന്നുള്ളത്. പിന്നീട് ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേനും ബിന്ദു പുറകെ വന്നിട്ട് വിളിച്ചു, ഗിരിദേവ ഒരു മിനിറ്റ് നിന്നേ, എനിക്കൊരു കാര്യം ചോദിക്കുകയാണെന്ന് പറയാം. എന്താമ്മേ? എന്താണെങ്കിലും ചോദിച്ചോ. അല്ല, എന്റെ മഹേഷേട്ടൻ കട്ടെടുക്കില്ല. എന്റെ മഹേഷേട്ടൻ അല്ല പണം മോഷ്ടിച്ചിരിക്കുന്നേ. ആരായിരിക്കും ഗിരിദേവ ആ പണം മോഷ്ടിച്ചെന്ന് ചോദിക്കുകയാണ്. ഗിരിദേവ മറുപടി ഒന്നും പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിക്കുകയോ മാത്രമേ ചെയ്തുള്ളൂ. പാറുവിന്റെ അമ്മയ്ക്കാണെങ്കിൽ ബിന്ദുവിനെ എങ്ങനെയും മഹേഷേട്ടനെ രക്ഷിക്കണമെന്നുണ്ട്. പണം മോഷ്ടിച്ചല്ലാന്നറിയാം. പിന്നീട് പറഞ്ഞു, ഒരു മദ്യപിക്കും എന്നുള്ള ശരി തന്നെയാ, പക്ഷെ ഇതുവരെയായിട്ടും ആരുടെ ഒരു 5 രൂപ പോലും അദ്ദേഹം മോഷ്ടിച്ചിട്ടില്ല. അതെനിക്ക് അറിയാവുന്ന കാര്യം ഗിരിദേവ. അതാ ഞാൻ ഗിരിദേവനോട് പറഞ്ഞ് എനിക്ക് എന്റെ മഹേഷേട്ടനെ രക്ഷിക്കണമെന്ന് പറയാം. ഇതിന് മറുപടി ഒന്നും പറയാതെ ഗിരിദേവൻ അങ്ങോട്ട് പോവാ. പിന്നീട് കാണിക്കുന്ന ഉണ്ണിമോളും അനുവും കൂടെ മറ്റേ മണിമരത്തിന്റെ അടുത്തേക്ക് വരുവാണ്. ഈ സമയത്ത് ശ്രീരാജ് കുറെ സമയമായിട്ട് വന്ന് നിൽക്കുന്ന. ശ്രീരാജ് ദേഷ്യമോ, ഇതുവരെയായിട്ടും അവള് വന്നില്ല, ഇത് എവിടെ പോയി കിടക്കുക. ഫോൺ വിളിക്കാന്നോർത്ത് നിന്ന് കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് വരുന്നേ. അനുവിനെ കണ്ടപ്പോൾ ശ്രീരാജ് ചോദിച്ചു, അപ്പൊ ഇത്രയും കാലം നീ എന്നെ പറ്റിക്കുവായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താ ശ്രീരാജേട്ടാ, എന്താ ഇങ്ങനെ പറയണേ? ഓഹോ, ഇപ്പൊ ഒന്നും അറിയത്തില്ലാത്തോട്ടെ അല്ലേ? അല്ല, മുമ്പ് നീ പറഞ്ഞു പണം കിട്ടിയില്ല എന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു സേന സാറ് പണം കൊണ്ടേ തന്നു പറഞ്ഞു, ഇപ്പോഴാണ്ട് പറയുന്നു പണം ആരോ മോഷ്ടിച്ചോണ്ട് പോയെന്ന്. ഇതൊക്കെ നിന്റെ അടവായിരുന്നില്ലേ? കല്യാണം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നീ എന്നോട് കള്ളത്തരം പറഞ്ഞല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പണമില്ലെങ്കിൽ എന്റെ വീട്ടുകാർ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് നിനക്കറിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഈ ട്രിക്കുകളൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുക. സത്യത്തില് ഇതുവരെയായിട്ടും പണം കിട്ടിയിട്ടില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. ശ്രീരാജേട്ടാ, ആ സത്യമായിട്ടുള്ള കാര്യമല്ല, പണം കിട്ടിയെന്നുള്ള നേര് തന്നെയാ. പക്ഷെ എങ്കിൽ പണം ആരോ മോഷ്ടിച്ചോണ്ട് പോയെന്നറിയാം. വെറുതെ എന്റെ അടുത്ത് കള്ളത്തരം പറയണ്ട അനു. പണമില്ലാതെ ഈ കല്യാണം നടക്കില്ല എന്ന് എനിക്കറിയാം. ഒരു കാരണവശാലും എനിക്ക് പണമില്ലാതെ നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല. എന്റെ അച്ഛനും അമ്മേനെ വേദനിപ്പിക്കാൻ എനിക്ക് സമ്മതമല്ല എന്ന് പറയാണ്. പിന്നീട് പറയാം, ഓ ഇവിടെ ഒരു മണി കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ആ മണി ഞാനും കൂടെ അഴിച്ചേക്കാന്ന് പറയാം, ബാ നമുക്ക് ഒരുമിച്ച് അഴിക്കാം. വേണ്ട അത് അഴിക്കണ്ടെന്ന് പറയാണ്. അതെന്താ അഴിച്ചാല്? അല്ല, അത് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കെട്ടിയതല്ലേ, ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സത്യം ചൊല്ലി കെട്ടിയ മണിയല്ലേ, അതൊരിക്കലും അഴിച്ചുകൂടാന്ന് പറയാം. പിന്നെ അഴിച്ചാൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നേ? അയ്യോ അങ്ങനെ ചെയ്യില്ല, ഗിരിദേവൻ പറഞ്ഞല്ലേന്ന് നിൽക്കും. അവളുടെ ഒരു ഗിരിദേവനും. ഈ ഗിരിദേവൻ ആരാ? അവൻ അങ്ങനെ പറഞ്ഞ ഉടനെ അങ്ങോട്ട് കെട്ടിയിട്ട് അത് വിശ്വസിച്ച് അങ്ങോട്ട് ഇരിക്കും. നാണമില്ലേ നിനക്ക്? ഇനിയിപ്പം പണം കിട്ടുവാണെങ്കിൽ രണ്ടാമത് വന്നാ മണി അഴിക്കാന്ന് പറയണം. ഈ സമയം അനു പറഞ്ഞു, വേണ്ട ശ്രീരാജേട്ട, അത് അഴിക്കണ്ടെന്ന് പറയാം. പക്ഷെ അതൊന്നും വകച്ചില്ല. ശ്രീരാജ് പോയിട്ട് ആ മണി അങ്ങോട്ട് അഴിച്ചിട്ട് കൊണ്ടുവന്നങ്ങോട്ട് അനുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതങ്ങ് പിടിച്ചോട്ടോ, ഇനിയിപ്പൊ പണം കിട്ടുവാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം, ഇല്ലെങ്കിൽ ഇനി എന്നെ പ്രതീക്ഷിച്ച് നീ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീരാജ് അങ്ങോട്ട് പോവാണ്. എന്ത് ചെയ്യണം നടത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി അനുവിന്. അനുവോടൊന്ന് പൊട്ടിക്കരയുമ്പോഴത്തേനും ഉണ്ണിമോൾക്കും വല്ലാത്ത വിഷമമായിപ്പോയി. ഈ സമയത്ത് അയ്യപ്പസ്വാമിയും വാവരും കൂടെ അങ്ങോട്ട് വരുന്നേ. അവരും കണ്ടു സങ്കടം. ചന്തുവും കാശിയും പാറും കല്യാണിയും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഈ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്തു പറഞ്ഞു, എന്തൊക്കെയാണെന്ന് ഇവിടെ ചിലരൊക്കെ പറഞ്ഞ് പണം തിരികെ കിട്ടും, കല്യാണം നടക്കും എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ വെറുതെ അല്ലേ? ദൈവം പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിച്ചു. ഇവൻ വെറും ശിക്കാരി ശമ്പുവാന്ന് പറയാണ്. ഈ സമയത്ത് കാശു ശിക്കാരി ശമ്പു, അതേന്നേ,
ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ ചിക്കാരി ശമ്പു വലിയ ആളാവാനായിട്ട് ഇവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കാശി വന്നിട്ട് അയ്യപ്പസ്വാമി കൈ കൊടുത്തിട്ട് ഹായ് ശിക്കാരി ശമ്പു എന്നും പറഞ്ഞുകൊണ്ട് കൈ അങ്ങോട്ട് നീട്ടുവാണ്. അയ്യപ്പസ്വാമി ഒട്ടും പിടിച്ചില്ല, ആ കയ്യേലേക്ക് അങ്ങോട്ട് പിടിച്ചു. ഷെയ്ക്കാൻ്റെ കൈ നീട്ടിയതാണ്. ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് കയ്യിൽ അങ്ങ് പിടിച്ചിങ്ങനെ ഞെക്കുവാണ്. കൈ അങ്ങോട്ട് വേദനിച്ചു, ഭയങ്കരമായിട്ട് വേദനിക്കുവാണ് കാശിക്ക്. അയ്യ വീട്, എൻ്റെ കൈ വേദനിക്കുമെന്ന് പറയാ. ഗിരിദേവൻ വിട്ടില്ല. ഗിരിദേവൻ ഇങ്ങനെ പിടിച്ച് ഞെക്കുവാണ്. അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് കരയുവാണ് കാശി. ഈ സമയത്ത് പാറു ഉണ്ണിമോളും എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുവാണ് ഈ കാഴ്ച കണ്ടിട്ട്. പിന്നീട് കൈ അങ്ങോട്ട് വിട്ടു. ഇങ്ങനെ ഇരുന്നാലും എന്ത് ബലമായി ഗിരിദേവന്, എന്ത് ശക്തിയാന്ന് ചോദിക്കുകയാണ്. ചന്തു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ല നീ വലിയ ആളാന്നല്ലേ പറഞ്ഞേ, നിനക്ക് എന്തോ മായാജാലം അറിയാന്നാ പറഞ്ഞേ. അനുചേച്ചി പറയുന്ന അനുചേച്ചിയുടെ തിരുമേനി പറഞ്ഞ നീ ദൈവമാന്നാ പറയണേ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ പണം എവിടെയെന്ന് കണ്ടെത്തി കൊടുക്കാൻ വരായിരുന്നോ? കല്യാണം മുടങ്ങില്ലായിരുന്നല്ലോ. ഇതൊക്കെ വെറുതെ നിന്റെ ഓരോ നമ്പറുകളല്ലേ. ഞങ്ങൾക്കറിയാം നീ ദൈവമല്ല, ഒരു മണ്ണാങ്കട്ട അല്ലെന്നുള്ള കാര്യം. ഈ സമയത്ത് ഉണ്ണിമോള് ഗിരിദേവനെ നോക്കുകയാണ്. മാവര് ഗിരിദേവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അത്ര ശക്തിയുള്ളവനായിരുന്നെങ്കിൽ ഇപ്പൊ നീ ആ പണം കണ്ടെടുത്ത് കൊടുത്തേനും. നീ പറഞ്ഞു കല്യാണം നടക്കുമെന്നല്ലേ പറഞ്ഞേ. എന്നിട്ടോ ഇപ്പൊ കണ്ടില്ലേ ശ്രീരാജേട്ടൻ വന്നിട്ട് പോയത്. ഇനി എങ്ങനെ കല്യാണം നടക്കാനാടാ? നിന്നെ കൊണ്ടൊരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. അല്ല അതിന് കൊടുക്കാനുള്ള ശ്രീധനം വേണ്ടേ? ശ്രീധനത്തൊക്കെ ഇല്ലാതെ അനുചേച്ചിനെ വന്ന് കെട്ടിക്കൊണ്ട് പോയില്ല. എവിടെ നിർത്ത് കൊടുക്കുമെന്നാ പറഞ്ഞേ? നിന്റെ പോക്കറ്റ് ഇരിപ്പുണ്ടോ പൈസ? ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് എടുത്തു കൊടുക്ക്. ഈ കല്യാണം അങ്ങ് നടക്കട്ടെ എന്ന് പറയാം. കുറെ സമയമായിട്ട് അനു ചന്തുവിന്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുന്നു. അനു വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ ചന്തു ഗിരിദേവൻ ഇങ്ങനെ ചീത്ത പറയുന്നത്? ഗിരിദേവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവനൊരു തെറ്റും ചെയ്തിട്ടല്ലോ. അവൻ കാരണമാണോ പണം മോഷണം പോയത്? വെറുതെ അവനെ കുറ്റപ്പെടുത്തണ്ട. എന്റെ ഭാഗ്യദോഷം അല്ല എന്ത് പറയാനാ. എനിക്ക് ഈ കല്യാണത്തിന് വിധിയില്ല. ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കാനായിരിക്കും യോഗം. ഞാൻ കുഴപ്പമില്ല, ഞാനിങ്ങനെ വീട്ടിൽ തന്നെ നിന്നോളാം. എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല, പിണക്കവും ഇല്ല, ഒന്നൊന്നും പറഞ്ഞിട്ട് അനു അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് ഗിരിദേവനോട് ചന്തു പറഞ്ഞു, കണ്ടോ അനുചേച്ചി പോയതോടെ എത്ര വിഷമിച്ചാന്നുള്ളത്. അനുചേച്ചി കല്യാണം ഞങ്ങൾ നടത്തും. ഈ പണം മോഷ്ടിച്ചോണ്ട് പോയത് ആരാണ് ഞങ്ങൾ കണ്ടുപിടിക്കും. കണ്ടു, അത് ഞങ്ങൾ ഈ കല്യാണം നടത്തും എന്ന് പറഞ്ഞിട്ട് ഗിരിദേവനെ വെല്ലുവിളിച്ച ചന്തുവും കാശിയും അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന വീട്ടിലാണെങ്കിൽ അനുരാജിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നേരെ തുളസി ചോദിക്കുകയാണ്, എടാ സത്യം പറയടാ, ആ പണം നീ എങ്ങാനും എടുത്തു വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ കൊടുക്ക്. കല്യാണം മുടങ്ങി നിൽക്കുക. എടാ അവസാനം നീ എങ്ങാനും വന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലേ അമ്മയ്ക്ക്. പോലീസുകാർ വന്ന് ചോദ്യം ചെയ്ത് പൊക്കിയിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് വർത്താനായി പറയണേന്ന് ചോദിക്കുകയാണ്. അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്ത് ചന്തുവും കാശിയോട് ചോദിച്ചു, അല്ല നമ്മൾ പണം കണ്ടുപിടിച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞു, പക്ഷേങ്കിൽ ആരായിരിക്കും ഈ പണം മോഷ്ടിച്ചത്? അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുക. അതിപ്പോ എങ്ങനെ അറിയാനാ? ആരാ മോഷ്ടിച്ചെന്ന് ആർക്കറിയാനാന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ അനുസരിച്ചിട്ട് കല്യാണം നടത്തുള്ളൂ. നമ്മൾ വെല്ലുവിളിച്ചാലേ ഗിരിദേവനെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ട് വല്യമ്മാവൻ വന്നേ. വല്യമ്മാവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്തു അങ്ങോട്ട് ഓടിച്ചെന്നു. അല്ല വല്യമ്മാവ, ഒരു സംശയം ചോദിച്ചോട്ടെ, വല്യമ്മാവൻ അറിയാവോ ആ പണം ആരാ മോഷ്ടിച്ചെന്ന്? വല്ല സംശയം ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുകയാണ്. സംശയം എന്ന് ചോദിച്ചാൽ ഇപ്പൊ ആരെയാ? അല്ല അന്നാ ഗിരിദേവൻ തന്നെ പറഞ്ഞല്ലോ ഈ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന്. അത് ശരിയാ, ഗിരിദേവൻ പറഞ്ഞായിരുന്നു. ആ സമയത്ത് ഈ വീട്ടിൽ ഉള്ള ആരെങ്കിലും ആയിരിക്കും ആ പണം മോഷ്ടിച്ചേ. കുറച്ച് ആൾക്കാർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അവരെ ആരെങ്കിലും സംശയിച്ചാൽ മതി, അവരാരെങ്കിലും ആയിരിക്കും ഈ പണം മോഷ്ടിച്ചെന്ന് പറയാം. എന്നാലും അത് ആരായിരിക്കും മോഷ്ടിച്ചേ? ഒരു പക്ഷേ അനുരാജേണ്ണനായിരിക്കോ? ഗിരിദേവൻ പറഞ്ഞ് അനുരാജേണ്ണനെ ചോദ്യം ചെയ്തില്ലേ? അല്ല അനുരാജനെ മാത്രമല്ലോ ഗിരിദേവൻ ചോദ്യം ചെയ്തേ. നിന്റെ അച്ഛനാവാന്നും പറഞ്ഞു, ഞാനാവാന്നും പറഞ്ഞു. ഞാനാകാന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുത്തു. ഒരു പക്ഷേ നിന്റെ അച്ഛൻ മുരളി ആയിക്കോടുന്നില്ല. നിന്റെ അച്ഛന് കുറെ കടങ്ങളൊക്കെ ഇല്ലേ, എന്തോ ബിസിനസ് പരമായിട്ട്. അപ്പൊ അത് വീട്ടാനായിട്ട് അങ്ങോട്ട് മോഷ്ടിച്ചാണോന്ന് അങ്ങനെയും ഗിരിദേവൻ പറഞ്ഞില്ലേ? പിന്നെ എന്റെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടോ അവനെ പല്ല് ഞാൻ കുഴിക്കും, എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ്. പിന്നെ ആരായിരിക്കും? ഒരു പക്ഷെ അനുരാജേട്ടനായിരിക്കോ? അനുരാജേട്ടൻ അനുചേച്ചിന് ഇഷ്ടമാണല്ലോ. അപ്പൊ കല്യാണം നടക്കാൻ വേണ്ടി അനുരാജേട്ടന് പണം മോഷ്ടിച്ചു വെച്ചതായിരിക്കോ? അതിനും വഴിയുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നത് വല്യമ്മാവൻ പറയാം. ആരാണെങ്കിലും അതെടുത്തോണ്ട് പോയത് കഷ്ടമായിപ്പോയി. ആ പെങ്കുച്ചന്റെ കല്യാണം മുടങ്ങുമല്ലെന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ നിങ്ങളായ രീതിക്ക് അന്വേഷിക്കാൻ പറയാണ്. ശരി ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ആദ്യം നമുക്ക് അനുരാജേട്ടൻ്റെ പുറകെ പോവാം. അനുരാജേട്ടനാണെങ്കിൽ ഈ പണം മോഷ്ടിച്ച് അവരങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് തുളസി അനുരാജും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടത്. ഈ സമയത്ത് അനുരാജിന്റെ അച്ഛനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എടാ സത്യം പറയടാ, നീയാണ് ആ പണം മോഷ്ടിച്ചെന്ന് ചോദിക്കണം. എന്റെ പൊന്നച്ഛാ, ഞാൻ അന്നാ പണം കൊണ്ടുവന്നതെന്നാ പെട്ടി കണ്ടതാ, പിന്നെ ഞാൻ കണ്ടില്ല. ഞാൻ ഇനിയിപ്പം എടുത്തിട്ടില്ലാന്ന് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. എടാ നിനക്ക് നാണമില്ലേടാ?
കുഞ്ഞുനാളെ തൊട്ട് അവളുടെ പുറകെ നടക്കുന്നതല്ലേ? അവളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് വീണ്ടും നാണമില്ലാതെ അവളുടെ പുറകെ നടക്കുന്നു. എടാ, ഏതെങ്കിലും ആമ്പിളേർ ഇങ്ങനെ ചെയ്യുവാടാ? അവളുടെ കല്യാണമായി പിന്നെ എന്നിട്ട് അവൻ ഒലിപ്പിച്ചോണ്ട് നടക്കുക. നിനക്ക് വേറെ ഒരു പണിയില്ല. ദേ, പണം എന്തേലും എടുത്തിട്ടുണ്ടല്ലോ അങ്ങ് തിരിച്ചു കൊടുത്തേരെ. ഇനി നാളെ ഇതൊരു പ്രശ്നമാവില്ലെന്ന് പറയാം. അച്ഛാ, ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനങ്ങനെ ചെയ്തിട്ടില്ലാന്ന്. പിന്നെ ഞാൻ എന്തിനാ എവിടെ നിർത്തി തിരിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് ദേഷ്യപ്പെട്ട് അനുരാജ്. അപ്പൊ അനുരാജാണല്ലേ പണം എടുത്തതെന്ന് കാശി ഇതെല്ലാം കേട്ട് നിന്നപ്പോഴത്തേന് കാശി ചന്തുവിനോട് പറയുക. പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. അനുരാജേട്ടൻ തന്നെ എടുക്കാനാണ് ചാൻസ് കൂടുതൽ. ചിലപ്പം അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്നതാണെങ്കിലോ? അവർക്ക് തന്നെ സ്വന്തം മോനെ സംശയ, കണ്ടില്ലേ? അപ്പൊ അനുരാജേട്ടൻ തന്നെയാ. പക്ഷെ നമ്മൾ എങ്ങനെ വിശ്വസിക്കാം അനുരാജേട്ടനെ എടുത്തെന്ന്? ആരോട് എങ്ങനെ ചോദിച്ചാൽ അറിയാൻ പറ്റുന്നേ? ചന്തു പറഞ്ഞു, നമുക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ പ്രയോഗിക്കാമെന്ന് പറയണം. പിന്നീട് അവർ തമ്മിൽ ആ ഐഡിയ ഒക്കെ പറയുന്നുണ്ട്. അതെന്താന്ന് കാണിക്കുന്നില്ല കേട്ടോ. അവർ തമ്മിൽ സംസാരിക്കുന്നതേ കാണിക്കുന്നുള്ളൂ. പിന്നീട് കാണിക്കുന്ന അനുവിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് പാറുമോളും ഉണ്ണിമോളും കൂടെ. അപ്പൊ അനു സങ്കടപ്പെട്ടിരിക്കുക. അനുവിന് സങ്കടം കണ്ടപ്പം ഉണ്ണിമോള് പറഞ്ഞു, വിഷമിക്കണ്ട ചേച്ചി, കല്യാണം നടക്കും. ഗിരിദേവൻ പറഞ്ഞില്ല കല്യാണം നടക്കുമെന്ന്. വേണ്ട, എനിക്കിനി ആ പ്രതീക്ഷയൊന്നും ഇല്ലാന്ന് പറയാ. ഇനി പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയും പോയി. ശ്രീരാജൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞു. പണമില്ലെങ്കിൽ എന്നെ അവൻ കെട്ടാൻ തയ്യാറാവില്ല എന്ന് പറയുക. അവനെന്നെ ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷെ അച്ഛനും അമ്മേനെ ധിക്കരിച്ച് അവൻ ഒന്നും ചെയ്യില്ല എന്ന് പറയാ. എന്തിനാ വിഷമിക്കുന്നേ? ഗിരിദേവൻ പറഞ്ഞല്ലോ കല്യാണം നടക്കൂന്ന് പറഞ്ഞല്ലോ. ഈ സമയത്താണ് ചന്തുവും കൂട്ടുകാരും അങ്ങോട്ട് വന്നത്. ചന്തുവും കൂട്ടുകാരും വന്നിട്ട് പറഞ്ഞു, അതേ അനുചേച്ചി, കള്ളൻ ആരെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. പണം മോഷ്ടിച്ച ആരെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറയാം. ആരാടാ? ആരാന്ന് ചോദിക്കാം. പെട്ടെന്ന് ഉണ്ണിമോളെയും പാറുവിനെ നോക്കുകയാണ്. അതെ, ഇവരിവിടെ നിൽക്കുന്നുണ്ട്. ഇവരുള്ളപ്പോൾ ആ സത്യം പറയാൻ പറ്റില്ല. അതെന്താ? അതെ, ഇവരാ ഗിരിദേവന്റെ സ്പൈ വർക്കുകളാ. അതുകൊണ്ട് ഇവരോട് ആ സത്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇവരാ ഗിരിദേവനോട് പോയി പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അത് ഞങ്ങൾ ഇപ്പൊ പറയില്ല എന്ന് പറയാം. എടാ, അവരവിടെ നിന്നോട്ടെ, അവരെ കൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ പാവം പിള്ളേരാന്ന് പറയാം. പിന്നെ അനുചേച്ചിക്ക് അതും കൂടെ പറയാന്ന് പറയണം. ഉണ്ണിമോള് പെട്ടെന്ന് പാറുവിനെ നോക്കി. പാറു ഉണ്ണിമോളും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് അനു ചോദിച്ചു, ആരുടെ പണം മോഷ്ടിച്ചേ? ആരാന്ന് ചോദിക്കുകയാണ്. ഞങ്ങള് കണ്ടുപിടിച്ചു, അത് അനുരാജേട്ടനാന്ന് പറയാണ്. അനുരാജോ? അയാൾ എന്തിനാ? ചേച്ചിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് മോഷ്ടിച്ചത്. അവർ അച്ഛനും അമ്മയ്ക്കും പോലും അനുരാജേട്ടനെ സംശയം. പക്ഷെ പണം മോഷ്ടിച്ച എങ്ങനെയാ അതൊന്നും അറിയില്ല എന്ന് പറയാം. പിന്നെ എങ്ങനെയാ നിങ്ങൾ പറഞ്ഞ് പണം മോഷ്ടിച്ച അയാളാന്ന്? അതെ, ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ചേച്ചി. ആ സംശയങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അതിന് ചേച്ചി ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാം. എങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞ് അതൊക്കെ ഞങ്ങൾ പറയാന്ന് പറയാണ്. അങ്ങനെ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.